ഫോട്ടോഷോപ്പ് ഡിസൈനിങ്ങിൽ ഒരു ചിത്രഭാഗം അതേ ചിത്രത്തിലോ വേറൊരു ചിത്രത്തിലോ ക്ലോൺ ചെയ്ത് വെക്കുക. ക്ലോൺ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്ത് വെക്കുക എന്നുള്ളത് തന്നെയാണ് ക്ലോണിങ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനായിട്ട് ടൂൾ സെലക്ട് ചെയ്യുക. കീബോർഡിൽ എസ് എന്ന അക്ഷരം പ്രസ് ചെയ്തുകൊണ്ടോ ഷിഫ്റ്റ് എസ് പ്രസ് ചെയ്തുകൊണ്ടോ നമുക്ക് ടൂൾ സെലക്ട് ചെയ്യാം. ടൂൾ സെലക്ട് ചെയ്യാനായിട്ട് ടൂൾ ബോക്സിൽ ഇവിടെ ഈ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാം. ഇതിന് സെലക്ട് ചെയ്തതിന് ശേഷം ടൂള് ഏത് ഭാഗമാണോ ക്ലോൺ ചെയ്യേണ്ടത് ആ ഭാഗത്തിന് ആവശ്യമായ രീതിയിൽ ബ്രഷ് വലുതാക്കുക. ഇവിടെ സാമ്പിൾ ആയിട്ട് കാണിക്കുന്നത് ഈ കാണുന്ന ഒരു ചിത്രഭാഗത്തെ നമ്മൾ ക്ലോൺ ചെയ്ത് ഒരിക്കൽ കൂടി ഇവിടെ ക്ലോൺ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനായിട്ട് ഈ ചിത്രഭാഗത്തിന് ആവശ്യമായ രീതിയിൽ ബ്രഷ് വർദ്ധിപ്പിക്കുക. അതിനുശേഷം കീബോർഡിൽ ആൾട്ട് കീ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഒരു തവണ ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം ആവശ്യമായ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ പാർട്ട് ഇവിടെ ക്ലോൺ ചെയ്ത് വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ചിത്രത്തിൽ നിന്ന് ഈ ഭാഗം ഒഴിവാക്കുന്നതിന് ഇവിടെ നല്ലൊരിടത്ത് വന്ന് ഒരു ക്ലോണിംഗ് സ്വീകരിക്കുക. ഇതിനായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് ആൾട്ട് കീ പിടിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ചിത്രഭാഗത്തിലേക്ക് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് വളരെ വിദഗ്ധമായിട്ട് ആ ഭാഗം എടുത്തു കളയാനായിട്ട് സാധിക്കുന്ന ഒരു തരത്തിലുള്ള ടൂളാണ് ക്ലോൺ ടൂൾ. ക്ലോൺ സ്റ്റാമ്പ് ടൂൾ വളരെ വിദഗ്ധമായ രീതിയിലുള്ള വ്യത്യസ്ത രീതിയിലുള്ള ഇഫക്റ്റുകൾ നിർമ്മിച്ചെടുക്കാൻ ക്ലോൺ സ്റ്റാമ്പ് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ക്ലോൺ സ്റ്റാമ്പ് ടൂളിന്റെ പ്രോപ്പർട്ടി ബാറുകൾ പരിശോധിക്കാം. ആദ്യം കാണുന്ന ഈ കൺട്രോളിലൂടെയാണ് നമ്മൾ മുൻപ് പ്രീസെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൂളുകൾ സെലക്ട് ചെയ്യുന്നത്. പ്രീസെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വരും ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. ഈ കാണുന്ന കൺട്രോളിലൂടെ നമുക്ക് ആവശ്യമായ ബ്രഷുകളും അതിന്റെ സൈസും അതിന്റെ ഹാർഡ്നെസ്സും സ്വീകരിക്കാം. സൈസ് സ്വീകരിക്കാനായിട്ടുള്ള ആവശ്യം നിങ്ങൾക്കറിയാം. ബ്രാക്കറ്റുകൾ ക്ലോസിംഗ് ആൻഡ് ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് വലുപ്പം കൂട്ടുവാനായിട്ടും കുറയ്ക്കാനായിട്ടും സാധിക്കും. ഇതുപോലെ തന്നെ ഇതിന്റെ ഹാർഡ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രഷ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന എഡ്ജിന്റെ സ്മൂത്ത്നെസ് ആണ് ഹാർഡ്നെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 0% ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്ത് ആണെന്ന് അർത്ഥം. ഹാർഡ്നെസ് 100% ആകുമ്പോൾ എഡ്ജ് വളരെ ഷാർപ്പായിട്ടായിരിക്കും നമുക്ക് ലഭിക്കുന്നുണ്ടാവുക. അത് വ്യത്യസ്ത അവസരങ്ങളിൽ വ്യത്യസ്ത രീതിയിലുള്ള ഹാർഡ്നെസ്സും സോഫ്റ്റ്നെസ്സും സ്വീകരിക്കേണ്ടതാണ്. ഈ ഹാർഡ്നെസ്സും സോഫ്റ്റ്നെസ്സും സ്വീകരിക്കുന്നതിന് കീബോർഡിൽ ഷിഫ്റ്റ് കീ പിടിച്ചുകൊണ്ട് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്നെസ് സ്വീകരിക്കാനായിട്ട് സാധിക്കും. സിമ്പിളായിട്ട് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് അമർത്തി കഴിഞ്ഞാൽ ബ്രഷിന്റെ വലുപ്പം കൂടുകയും കുറയുകയും ചെയ്യും. എന്നാൽ ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചുകൊണ്ട് സ്ക്വയർ ബ്രാക്കറ്റ്സ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്നെസ് അല്ലെങ്കിൽ ഹാർഡ്നെസ് സ്വീകരിക്കാവുന്നതാണ്. ധാരാളമായിട്ട് പരിശോധിച്ച് നോക്കുക. വളരെയധികം ഉപകാരമുള്ള ഒരു കീ കോമ്പിനേഷനാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഇനി ഇവിടെ കാണുന്ന അടുത്ത കൺട്രോളിലൂടെ ബ്രഷ് പാലറ്റ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനായിട്ടും സാധിക്കും. ഇതിലൂടെ നമ്മൾ ഒരു ക്ലോൺ സോഴ്സ് പാലറ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ക്ലോൺ സോഴ്സ് പാലറ്റ് പുതിയ ആപ്ലിക്കേഷനിലൂടെ വന്നിരിക്കുന്ന പുതിയൊരു പാലറ്റാണ്. ഈ പാലറ്റിലൂടെ നമുക്ക് 5 സോഴ്സുകളിൽ നിന്ന് ക്ലോണിങ് സ്വീകരിക്കാവുന്നതാണ്. ഓരോ തവണ ക്ലോണിങ് സ്വീകരിക്കുമ്പോഴും അതിലുള്ള ഓരോ ബട്ടണുകളും നമുക്ക് ഓരോ ക്ലോണിങ് സോഴ്സ് സ്റ്റേഷനുകൾ ഫിൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്ന സ്റ്റേഷൻ ഇതാണ് ക്ലോണിങ് സോഴ്സ് സ്റ്റേഷൻ. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വീകരിക്കുന്ന ക്ലോൺ, അതായത് ഇപ്പോൾ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ലോണ് ഇവിടെ ആയിരിക്കും ലഭിക്കുന്നത്. ഇനി മറ്റൊരു ചിത്രത്തിൽ, ഉദാഹരണമായിട്ട് ഇവിടെ ഈ ഒരു ചിത്രത്തിൽ നമുക്ക് ഈ സോഴ്സിലെ സംഗതി അപ്ലൈ ചെയ്യുന്നതിന് ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സോഴ്സിനെ ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പം 100% വലുപ്പത്തിലാണ് ഇവിടെ കാണുന്നത്. അതിൽ ആ ചിത്രത്തിന്റെ സോഴ്സ് ചിത്രത്തിന്റെ 100% വലുപ്പത്തിലായിരിക്കും കാണുന്നത്. ഇനി ഈ സോഴ്സ് സ്റ്റേഷനിലെ മറ്റ് കൺട്രോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആവശ്യാനുസരണം ഇതിനെ വിവിധ രീതിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ സോഴ്സ് പാനലിന്റെ ക്ലോൺ സോഴ്സിന്റെ വിവിധ ആപ്ലിക്കേഷനുകളെ കുറിച്ച് മറ്റൊരിടത്ത് നമുക്ക് പഠിക്കാവുന്നതാണ്.
അപ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന 5 സോഴ്സുകളിൽ നിന്നും സ്വീകരിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരെണ്ണം നമ്മൾ ഫിൽ ചെയ്തു. ഇനി മറ്റൊരിടത്ത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തതിനു ശേഷം ഇപ്പോൾ ഇവിടെ മറ്റൊരു ചിത്രത്തിലെ ഒരു ക്ലോൺ സോഴ്സ് ആണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതായത് ഇവിടെ രണ്ടാമത്തെ സോഴ്സ് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ബ്രഷ് പാലറ്റ് ആവശ്യാനുസരണം വലുതാക്കി, അതുപോലെ തന്നെ അതിന്റെ ഹാർഡ്നെസ് നമ്മൾ അല്പം കുറച്ചുകൊണ്ട്, ഹാർഡ്നെസ് വളരെയധികം കുറച്ചുകൊണ്ട് നമ്മളിവിടെ ആൾട്ട് പിടിച്ചുകൊണ്ട് ഒരു സോഴ്സ് കൂടി സ്വീകരിക്കുകയാണ്. ആൾട്ട് പിടിച്ചുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഈ ഭാഗം നമ്മൾ രണ്ടാമത്തെ സോഴ്സിലാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നർത്ഥം. ഇനി ഇവിടെ മറ്റൊരു ചിത്രത്തിൽ വന്ന് രണ്ടാമത്തെ സോഴ്സ് സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ആവശ്യമായ ഇടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സോഴ്സ് നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ഇനി ഒന്നാമത്തെ സോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലോ, അപ്പോൾ ഒന്നാമത്തെ സോഴ്സിലെ ചിത്രം ലഭിക്കുന്നതാണ്. ഇങ്ങനെ 5 സോഴ്സുകൾ വിദഗ്ധമായി ഉപയോഗപ്പെടുത്തി കൊളാഷ് പോലുള്ള ചിത്രഭാഗങ്ങളെ നമുക്ക് നന്നായി പരിവർത്തിപ്പിച്ചെടുക്കാവുന്നതാണ്. നന്നായി പരിശോധിച്ച് നോക്കുക, നന്നായി പരിശീലിക്കുക. ഓൾ ദ ബെസ്റ്റ്. ഒരു ചിത്രത്തിൽ നിന്നും ക്ലോൺ ചെയ്തു വരേണ്ട ഭാഗം അതേ ചിത്രത്തിൽ നിന്നോ മറ്റൊരു ചിത്രത്തിൽ നിന്നോ സ്വീകരിക്കാവുന്നതാണ്. ഉദാഹരണമായിട്ട് ഇപ്പൊ ഈ ചിത്രത്തിൽ ഈ ഒരു ബോട്ടാണ് ഉള്ളത്. ഒരു ബോട്ട്, ഈ ബോട്ടിന് 2 ബോട്ടാക്കണമെങ്കിൽ ബോട്ടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, ഏതെങ്കിലും ഒരു സൈഡിൽ സെലക്ട് ചെയ്യുക, ആൾട്ട് പിടിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരിടത്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക, ക്ലിക്ക് വിടാതെ തന്നെ ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ അലൈൻഡ് എന്ന പ്രോപ്പർട്ടി വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇത് ഇങ്ങനെ സാധ്യമാവുന്നത്. 2 ബോട്ടായിട്ടുണ്ട്. ഈ അലൈൻഡ് എന്ന ഓപ്ഷൻ ഇവിടെ ഓഫ് ചെയ്തിരിക്കുന്നത് കാരണമാണ് നമുക്കിവിടെ ഇത് സാധ്യമായത്. എന്നാൽ ഇത് തന്നെ മറ്റൊരിടത്തും നമുക്ക് കൊടുക്കാനായിട്ട് വീണ്ടും നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ പ്രോപ്പർട്ടി നമുക്ക് ലഭിക്കുന്നതാണ്. അത്രയും ബോട്ടുകളെ നമുക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു ചിത്രത്തിൽ നിന്ന് ക്ലോൺ ചെയ്യണ വിധം നോക്കാം. ഇപ്പോൾ ഈ ചിത്രത്തിൽ നിന്നും ഒരു ക്ലോൺ പീസ് സെലക്ട് ചെയ്യുന്നു. ഇതിനായിട്ട് ആവശ്യമായ രീതിയിൽ ബ്രഷ് വലുതാക്കി ചെറുതാക്കി ചെയ്യാം. അതിനുശേഷം സ്മൂത്ത്നെസ് സ്വീകരിക്കാം. അതിനുശേഷം ആൾട്ട് പിടിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ ചിത്രത്തിൽ വന്ന് ആവശ്യമായ ഒരിടത്ത് സെലക്ട് ചെയ്യാം. ഇവിടെ അലൈൻഡ് എന്നുള്ളത് ഓഫ് ചെയ്ത് കിടക്കുമ്പോൾ ഓരോ തവണ ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഓരോ തവണയും ചിത്രം ലഭിക്കും. കണ്ടോ, ഓരോ തവണ ക്ലിക്ക് ചെയ്യുമ്പോഴും ഓരോ തവണയും ചിത്രം ലഭിക്കുന്നുണ്ട്. എന്നാൽ അലൈൻഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചിത്രം ക്ലിക്ക് ചെയ്തതിന്റെ ഒരു പൊസിഷനിൽ വെച്ചിട്ടുള്ള ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നുണ്ടാവുക. ആണോ? അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ചിത്രത്തിലൂടെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന ആ ദൂരം അനുസരിച്ച് ചിത്രം നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കും, ഡെസ്റ്റിനേഷനിൽ ലഭ്യമായിക്കൊണ്ടിരിക്കും. ഇനി ഇതിന്റെ മറ്റൊരു പ്രോപ്പർട്ടി കൂടി ശ്രദ്ധിക്കാം. ഇപ്പം ഇതിലെ നമ്മൾ ഈ വഞ്ചിയുടെ ഒരു ചെറിയ വഞ്ചി കുറച്ച് ദൂരെ കാണിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം എന്ന് കരുതുക. ഇതിനായിട്ട് ആവശ്യമായ രീതിയിൽ ബ്രഷ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ക്ലോൺ ചെയ്യുക, ആൾട്ട് പിടിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്ത് ക്ലോൺ ചെയ്യുക. ഇതിനുശേഷം ക്ലോൺ സോഴ്സ് എന്ന ഈ ഭാഗത്ത് വന്നുകൊണ്ട് ഈ WH എന്നുള്ള ഈ ഭാഗത്ത് ഈ ലിങ്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു 30%ഓ 40%ഓ ആക്കിയതിന് ശേഷം ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് അലൈൻഡ് ഓഫ് ചെയ്തെടുക്കുന്നതാണ് കുറെ കൂടി നല്ലത്. അതിനുശേഷം ഞാനിവിടെ വളരെ സ്മൂത്ത് ആയിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ബോട്ടിന്റെ ഒരു 30% ആയിട്ടുള്ള ഒരു പീസ് ഇവിടെ ലഭ്യമാക്കാനായി. കേട്ടോ, വീണ്ടും കൂടുതലായിട്ട് ബോട്ടുകൾ നമുക്ക് ഇവിടെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇവിടെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് സ്വീകരിക്കേണ്ടതുണ്ട്. അത് വരാൻ കാരണം എന്താണെന്നുണ്ടെങ്കിൽ സ്മൂത്ത്നെസ് കുറെ കൂടുതലായതാണ് ഇവിടെ ഇമേജസിന്റെ മറ്റു ചില ഭാഗങ്ങൾ കൂടി പ്രത്യക്ഷപ്പെടാൻ കാരണം. എന്തായാലും വിവിധ മോഡുകളിലും വിവിധ ഒപ്പാസിറ്റികളിലും വിവിധ വലുപ്പത്തിലും സെലക്ട് ചെയ്തുകൊണ്ട് നമ്മളിത് പരിശോധിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ക്ലോൺ സ്റ്റാമ്പിന്റെ വിവിധ മോഡുകൾ കൂടി, ഈ കാണുന്നതാണ് മോഡുകൾ. ഈ മോഡുകൾ കൂടി, വിവിധ മോഡുകൾ കൂടി ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്ത് പരിശോധിക്കേണ്ടതുണ്ട്. സാധാരണ ബൈ ഡിഫോൾട്ട് നോർമൽ മോഡിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇത് വിവിധ തരത്തിലുള്ള മോഡുകളിൽ സെലക്ട് ചെയ്ത് ഓരോ തവണയും അപ്ലൈ ചെയ്ത് വ്യത്യസ്ത രീതിയിൽ ചിത്രങ്ങളുടെ ഇഫക്റ്റ് വരുന്നത് പരിശോധിക്കേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് ഇവിടെ നിന്നും ഒരു മോഡ് സെലക്ട് ചെയ്യുക. ഉദാഹരണമായിട്ട് സ്ക്രീൻ മോഡ് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഇഫക്റ്റ് വളരെ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ
സാച്ചുറേഷൻ എന്ന ഒരു മോഡ് സെലക്ട് ചെയ്തതിനു ശേഷം ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ വരുന്ന ഒരു ഇഫക്റ്റ് വ്യത്യസ്തമാണ്. ഇങ്ങനെ വ്യത്യസ്ത മോഡുകൾ സെലക്ട് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ മറ്റൊരു സംവിധാനമാണ് ഒപ്പാസിറ്റി. അതായത് നമ്മൾ ചിത്രത്തിൽ എത്ര ഒപ്പാസിറ്റിയിലാണ്, എത്ര വ്യക്തതയോട് കൂടിയിട്ടാണ് ചിത്രം തെളിയേണ്ടത്, വരേണ്ടത് എന്നുള്ളതിനാണ് ഈ ഒപ്പാസിറ്റി ഉദ്ദേശിക്കുന്നത്. ഇത് 100% ബൈ ഡിഫോൾട്ട് വരുന്നത്. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 100% എന്താ പറയുക ഒപ്പാസിറ്റിയിലാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഒപ്പാസിറ്റി വ്യത്യാസപ്പെടുത്തുന്നതിലൂടെ ഒരു ഉദാഹരണമായിട്ട് നമ്മളൊരു 30% അല്ലെങ്കിൽ 40% ഒപ്പാസിറ്റി ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഒപ്പാസിറ്റി വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഇഫക്റ്റുകൾ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എല്ലാ ബ്രഷുകൾക്കും എന്നപോലെ തന്നെ കാണുന്ന മറ്റൊരു പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ മറ്റൊരു സംവിധാനമാണ് ഇതിലെ എയർ ബ്രഷ് എന്ന് പറയുന്ന സംഗതി. ഈ എയർ ബ്രഷ് നോർമലി ബൈ ഡിഫോൾട്ട് ആയിട്ട് അത് ഓഫ് ആയിട്ടാണ് കിടക്കുന്നുണ്ടാകുക. ഈ ഓഫ് ആയിട്ട് കിടക്കുന്ന അവസ്ഥയിൽ നമ്മൾ മൗസ് കൊണ്ട് ഒരു തവണ ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാലും എത്ര തവണ പിടിച്ചു കഴിഞ്ഞാലും ഒരേ ഇമേജ് തന്നെയാണ് വരുന്നത്. എന്നാൽ എയർ ബ്രഷ് ഓൺ ചെയ്ത് കഴിഞ്ഞ അവസ്ഥയിൽ നമ്മൾ ഫോട്ടോഷോപ്പിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സെക്കൻഡിലും അതിന്റെ എന്താ പറയുക അത് ബ്രഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതായിട്ട് കാണാം. ഇതിനാണ് എയർ ബ്രഷ് സംവിധാനം എന്ന് പറയുന്നത്. നോർമലി ഒരു ക്ലിക്കിന് ഒരു എന്താ പറയുക ഒരു സ്ട്രോക്ക് ആണ് വരുന്നത്. എന്നാൽ ഒരു ക്ലിക്കിന് തന്നെ കൂടുതൽ സ്ട്രോക്കുകൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് എയർ ബ്രഷ്. ക്ലോൺ സ്റ്റാമ്പ് ടൂളിൽ നമ്മൾ സോഴ്സ് സ്വീകരിക്കുന്ന ഇടത്ത് പിക്ചറിന്റെ പൊസിഷനിങ്ങും ക്ലോൺ സ്വീകരിച്ചതിന് ശേഷം അല്ലെങ്കിൽ സോഴ്സ് സ്വീകരിച്ചതിന് ശേഷം ആദ്യമായി ക്ലിക്ക് ചെയ്യുന്ന ഇടവും തമ്മിലുള്ള ഒരു ദൂരം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ അലൈൻഡ് സാമ്പിൾ എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിക്കുന്നത്. അതായത് നമ്മളിവിടെ ഇപ്പൊ ഈ ചിത്രത്തിൽ ഉദാഹരണമായിട്ട് ഈ ചിത്രത്തിൽ ഇവിടെ ഈ ചിത്രഭാഗം നമ്മൾ സോഴ്സ് ആയിട്ട് ആൾട്ട് പിടിച്ച് ക്ലിക്ക് ചെയ്തു. ഇതിനുശേഷം ആദ്യത്തെ ക്ലിക്ക് സംഭവിക്കുമ്പോൾ ആദ്യത്തെ തവണ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമ്മൾ സോഴ്സ് ചിത്രത്തിന്റെ അവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലസ് ചിഹ്നം കാണാവുന്നതാണ്. ഇനി ഈ പ്ലസ് ചിഹ്നം നമ്മൾ ക്ലിക്ക് വിടാതെ എത്ര തവണ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ആ പ്ലസ് ചിഹ്നം പോകുന്ന ഇടവും ഈ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇടവും തമ്മിൽ ഒരു ദൂരം മെയിൻറ്റെയിൻ ചെയ്ത് ഇരിക്കുന്നതായിട്ട് കാണാം. ഇതിനെയാണ് അലൈൻഡ് എന്ന് പറയുന്നത്. ഇത് എപ്പോഴും ഒരു തുല്യമായ അകലം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. എത്ര തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ആ അകലം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ അലൈൻഡ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ തവണ ക്ലിക്ക് വിടുമ്പോഴും നമ്മൾ ആ സോഴ്സിലേക്ക് തിരിച്ചു പോകുന്നതായിട്ട് കാണാം. ഇപ്പൊ നമുക്ക് ഒരു ക്ലോണിംഗ് വിവിധ തരത്തിലുള്ള ക്ലോണിംഗ് സംവിധാനം സാധ്യമാക്കുന്നതിനാണ് ഇത്. ഒരു സ്ട്രീം ലൈൻ ആയിട്ടുള്ളതിന് നമുക്ക് അലൈൻഡ് സാമ്പിൾസും നമ്മൾക്ക് ക്ലോൺ ചെയ്ത് വിവിധ കോപ്പികൾ ലഭിക്കുന്നതിന് ഇതുപോലുള്ള കോപ്പികൾ ലഭിക്കുന്ന തരത്തിൽ ചെയ്യുന്നതിന് നോൺ അലൈൻഡ് സാമ്പിളിംഗ് ആണ് ഉപയോഗപ്പെടുത്തേണ്ടത്.